കുടിച്ചോളൂ. ഞാൻ ഉണ്ണിയേട്ടനെ വന്നോളാം. ഉണ്ണി ഉണ്ണി ഉണ്ണി. മായ, നിനക്കൊല്ലും പറ്റിയോ? എനിക്കൊന്നും പറ്റില്ല. ഉണ്ണി എഴുന്നേക്ക്, വാ പോവാം. അവര് പോയോ? അവര് പോയി. ദേ ഇന്ദു വരുന്നുണ്ട്. ഇന്ദു? അവളോടൊന്നും പറയാൻ നിൽക്കണ്ട. എന്ത് പറ്റി ഉണ്ണിയേട്ടാ? ഞങ്ങള് വെറുതെ കാറ്റുള്ള ഇറങ്ങിയതാ അല്ലേ മായ? നീ എന്താ ഇവിടെ? ഗായത്രി ഞാനും ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന വഴിയാ, കാർ കണ്ട് നിർത്തിയതാ. ആ, നീ ഇതൊന്നും ചെന്ന് മുത്തശ്ശിയോട് പറയാൻ നിൽക്കണ്ട. പാപ്പോ വല്യമാവൻ തളർന്നു വീണ സമയം രണ്ടുപേരും കൂടി മുതലാക്കിയാണല്ലേ? പിന്നെ മുതലാക്കണം. നീ നിന്റെ കാര്യം നോക്കണം കേട്ടോ. ഉണ്ണിയേട്ടന്റെ ഏലസോടെ അഴിഞ്ഞു കിടക്കുന്നു. കൈയും കൊണ്ട് നീട്ടിയേ. മുത്തശ്ശിയെങ്ങാനും കണ്ടാ പിന്നെ ഇത് മതി കേട്ടോ. എന്താ മേപ്പാട്? ദുരാത്മാവ് ഈ കോലോത്തുള്ള ഏതോ ശരീരത്തിൽ കുടിയേറി കഴിഞ്ഞിരിക്കണോ? ആരുടെ ദേഹത്താണെന്ന് അങ്ങോട്ട് തീർത്തും പറയാൻ വയ്യ. ആരൂടം തടുത്തിരിക്കണോ? സംശയിക്കാൻ എന്തിരിക്കുന്നു? അമ്മാവൻ വെട്ടിയിട്ട പോലെയല്ലേ കിടന്നിരുന്നത്. അമ്മാവന്റെ ദേഹത്ത് എന്തോ കൂടിയിട്ടുണ്ട്. കണ്ടില്ലേ? ഞങ്ങൾ എന്താ ഇനി ചെയ്യേണ്ടത്? ഓം കാളി ലോകമാതേ, എല്ലാം നിന്നിൽ അർപ്പിച്ചിരിക്കണു. ഇയാളെ പിടിച്ച് കളത്തിലിരുത്തുക. ഇരിക്കേ ഇങ്ങടെ. ആ കയറി ഇരിക്ക. ആരാ നീയ്? നീ ആരാണെന്ന് ഉരിയാടുന്ന നല്ലത്. ഇല്ലച്ചാ പറയിപ്പിക്കും. പറയില്ലല്ലേ? എന്റെ ഭഗവതി, എന്റെ അമ്മേ. ദുരാത്മാവ് തമ്പുരാന് ശരീരത്തിലല്ല, ഇതവളെ വികൃതി മാത്ര. ഒന്നും കളത്തിൽ തെളിയുന്നില്ല തമ്പുരാട്ടി. അവൾ കൂടുതൽ ശക്തി പ്രാപിച്ചിരിക്കണു. ഭഗവതി, അനിഷ്ടങ്ങൾ എന്തെങ്കിലും? എല്ലാവരും കരുതിയിരുന്നുകൊള്ളുക. ജലപാനം പോലും ഇല്ലാതെ കഠിന മന്ത്രങ്ങൾ കൊണ്ട് അവളെ ആവാഹിച്ചു കെട്ടാനുള്ള ഒരുക്കങ്ങൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തീകരിക്കും. ഏത് ശരീരത്തിൽ ഒളിച്ചിരുന്നാലും അവളെ നോം ആവാഹിച്ച് നമ്മുടെ മന്ത്രപ്പുരിൽ എത്തിച്ചിരിക്കും. ആകെ ഭയം തോന്നുന്നു മേപ്പാടൻ. ധൈര്യം സംഭരിച്ചേ ഒക്കൂ. ഒന്നും സംഭവിക്കില്ല. തൽക്കാലം ഈ തകിടുകൾ ഓരോത്തിന്റെ 4 അതിരുകളിലും കുഴിച്ചിടുക. ഇതിന്റെ ശക്തി കൊണ്ട് അവൾ ഇവിടുന്ന് തനിയെ ഇറങ്ങി നമ്മുടെ മന്ത്രപ്പുരയിൽ എത്തിക്കൊള്ളും. ഈ കോലോത്ത് വസിക്കുന്ന ആരെങ്കിലും ഏകനായി വേണം ഈ കർമ്മം നിർവഹിക്കാൻ. ധൈര്യവും മനഃശക്തിയുള്ള ആർക്കാ ഞാൻ ഈ തകിടുകൾ കൈമാറുക? എന്താ ആരും ഇല്ലാന്നുണ്ടോ? ഏറ്റവും യോഗ്യനായ ഒരാളുണ്ട്. ആരാത്? നമ്മുടെ ആവേശാനന്ദ സ്വാമികൾ. അയ്യോ, ആവേശാനന്ദ വരിക. ജയ് ഹനുമാൻ. മേപ്പാടൻ വന്നോളൂ. അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. ഈ കോലോത്ത് അങ്ങേക്കാൾ മനഃശക്തിയും ഈശ്വര ചൈതന്യവും വേറെ ആർക്കാ ഉള്ളത്? അങ്ങിത് ഏറ്റുവാങ്ങണം. അഗ്നയേ തേജോധിപതയെ ശക്തിഹസ്തായ സൂര്യപാർഷദേ നമഃ. ഇനി ഇത് കൈമാറാൻ പാടില്ല. ഇന്ന് രാത്രി ഏകനായി കോലോത്തിന്റെ 4 അതിരുകളിലും ഇത് കുഴിച്ചിടണം. ഒരു കാര്യം അങ്ങ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കുഴിച്ചിടുന്നതിന് മുമ്പായിട്ട് 3 വട്ടം ജലത്തിൽ മുങ്ങി അരയിൽ ഒരു കോടിമുണ്ട് മാത്രം ധരിച്ചു വേണം കർമ്മങ്ങൾ നടത്തുവാൻ. ഓം ശക്തി ദുർഗായ നമഃ. ഓം കാളി നമോ നമോ. ഓം ശക്തി ദുർഗായ നമഃ. ഓം കാളി നമോ.
സഹിക്കണേനും ക്ഷമിക്കണേനും അതിലുണ്ട് കേട്ടാ. നിങ്ങളെ ഞാനൊന്ന് സ്നേഹിച്ചു പോയ കുറ്റത്തിന് എന്നെ ഇവിടിട്ട് പെടുത്തുന്ന പെടാപ്പാടൊന്നും പോരാഞ്ഞിട്ട് ഇപ്പറേ നട്ട പാതിരാക്കി ഒറ്റ മുണ്ട് കൊടുത്തോണ്ട് നടക്കണോന്ന് വെച്ചാ ഞാൻ എന്ത് ചെയ്യാനാ? ഓരോരോ വിശ്വാസങ്ങളെ. ഇതാണാ വിശ്വാസം? പാതിരാക്കി പെണ്ണുങ്ങൾ ഇത്തറ്റം തുണി കൊടുത്തോണ്ട് നടക്കണതാ. വേണമെങ്കിൽ ഇതൊരു മുണ്ടെടുത്തോ. ഓ ഇതുവരെ ആകാവാ. വഷ്ട് വഷ്ട് വഷ്ട്. അതെ, മറ്റാരുടെയും സാന്നിധ്യം ഉണ്ടാവില്ല. വേണമെങ്കിൽ 4 അതിരിലും ഞാൻ തന്നെ നേരത്തെ കുഴി കുത്തിയിട്ടേക്കാം. നിർബന്ധമാണെങ്കിൽ ഒരു കൊച്ചു തോർത്തുകൂടി പുതച്ചോ. ഈ തകിട് കൈമാറാൻ പാടില്ലെന്ന് പറഞ്ഞോണ്ടാ. നിന്റെ കൃഷ്ണേട്ടൻ മരിച്ച നീ വിധവയായി പോവില്ലേ? എനിക്ക് വേണ്ടി ത്രേസ്യ മോളെ ഈ ഉപകാരം ചെയ്യണം. ഞാനെന്നും കീഴടങ്ങിയേക്കണത് ഈ സ്നേഹത്തിന്റെ മുമ്പിലല്ലേ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതും ചെയ്യാൻ കേട്ടാ. ഓ അതും ഇല്ല പോ. എനിക്ക് മേലായേ എന്റെ ഉണ്ണിയേശുവേ. എവിടെയെങ്കിലും പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് പൊയ്ക്കൂടെ? എന്താ മുത്തശ്ശി, മേപ്പാടം വൈദ്യരെ അമ്മാവന്റെ ചികിത്സ കഴിഞ്ഞ് പോയോ? ആക്ഷേപമൊന്നും വേണ്ടട്ടോ. ഇവിടെ ഏതോ ശരീരത്ത് ബാധ കയറിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞേ. ഇന്ന് രാത്രി 4 അതിരിലും തകിടുകൾ കുഴിച്ചിടാൻ സാമികളെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ബാധയെ ആവാഹിച്ചു കെട്ടാനുള്ള ഹോമങ്ങൾ തുടങ്ങാൻ മേപ്പാടം പോയിരിക്കുക. ഇവിടെ എന്തെങ്കിലും കർമ്മങ്ങൾ നടക്കുമ്പോ ഉണ്ണിയെ കാണില്ല. മായമോക്കെങ്കിലും ഇതൊക്കെ ഓർമ്മ വേണം കേട്ടോ. ആ വേഗം കുളിച്ച് അമ്പലത്തിലേക്ക് വരിക. മായക്കുഞ്ഞിന്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കണേ? പേടിക്കണ്ടെന്നേ, മേപ്പാടിന്റെ മന്ത്രശക്തിയിൽ ഏത് ചുടലേക്ഷ്യം ഭസ്മാവും. അയ്യോ, നീ ഉടനെ റെഡി ആവണം. രാത്രി 8 മണിക്ക് മുൻപ് പൊന്മുടിയിലെത്തണം. എന്താ കാര്യം? അത് ശരി, ഇപ്പൊ കാര്യം എന്താണെന്ന് എന്നോട് ചോദിക്കുന്നത്? എല്ലാം പറഞ്ഞ് ഫിക്സ് ചെയ്തിട്ടുണ്ടെന്നാണല്ലോ ആ ഡയറക്ടർ പറഞ്ഞത്. ഷൂട്ടിങ്ങിന്റെ കാര്യം ഞാനത് മറന്നു. അവിടെ എല്ലാ സെറ്റപ്പ് റെഡിയാക്കി നിന്നെയും കാത്തിരിക്കുക. 3-4 ദിവസം കഴിഞ്ഞേ വരാൻ പറ്റുമെന്നാ പറഞ്ഞത്. വല്ല പളനിയോ ഗുരുവായൂരോ രാമേശ്വരമോ ഏതെങ്കിലും അമ്പലങ്ങളുടെ പേര് മുത്തശ്ശിയോട് പറഞ്ഞ് വേഗം മുങ്ങിക്കോ. കാറിപ്പോ വരും. എങ്കിൽ മുത്തശ്ശി വരുന്നതിന് മുമ്പ് നമുക്ക് പോവാം. കൊരങ്ങനോ? ഓ കുറുക്കനോ? അയ്യോ, ഒന്ന് തെളിച്ചു പറ. എന്താ കാര്യം പറ. എന്താ മാ മാ യാ മായ യാ ക്ഷീ യാ ന്. മായ യക്ഷിയാണെന്നോ? എന്താ അമ്മാവേത്? അവളൊരു പാവം കുട്ടിയല്ലേ? തളർച്ച കൂടി അമ്മാവനിപ്പോ ഭ്രാന്തമായോ? എന്താ അമ്മാവേത്? നീ അവളുടെ വീട്ടിൽ പോണം. ഞാൻ അവളുടെ വീട്ടിൽ പോണമെന്നോ? എന്തിന്? മുത്തച്ഛ, മായയുടെ മുത്തച്ഛ, ആരുമില്ലേ? ജനനം 1862, മരണം 1942. എന്റെ കുട്ടിക്ക് അവിടെ സമാധാനം കൊടുക്കില്ല എന്നുണ്ടോ? മുത്തശ്ശനെ പോയി കണ്ടു അല്ലേ? കണ്ടു. ഇനി ഏട്ടന് എന്നെ കാണണ്ടേ?
എന്താ എന്താ കൃഷ്ണ? അവിടെ എന്താ? അവിടെ ഒന്നും കാണുന്നില്ലല്ലോ. തമ്പുരാൻ വിഷമിക്കണ്ടാട്ടോ. ഇന്ന് രാത്രി സ്വാമികൾ തകടുകൾ കുഴിച്ചിടുന്നതോടെ പരദേവതകൾ നമ്മളെ കാത്തു രക്ഷിക്കും. വരിക. വന്നോളൂ. എന്റെ ഈശോയെ, എനിക്കൊന്നും അറിയാൻ പാടില്ലേ, എന്നെ കാത്തോളമേ. ആളും ഇടിക്കുകയാണല്ലോ. ആൾമാറാട്ടം നടത്തി എല്ലാവരും കബളിപ്പിക്കായിരുന്നല്ലേ? എനിക്കിതൊക്കെ നേരത്തെ അറിയായിരുന്നു. എന്റെ കുഞ്ഞെ, ഇതൊന്നും മനഃപൂർവ്വമല്ല കേട്ടാ. അത് ഞാൻ ഇവിടെ ജീവിക്കാനുള്ള കൊതി കൊണ്ട് ചെയ്തു പോയതാണ്. മാപ്പാക്കണം. മുത്തശ്ശി അറിഞ്ഞ എന്താ സ്ഥിതി എന്ന് അറിയാലോ. കർത്താവിനെ ഓർത്ത് ഇത് ആരോടും പറയല്. ഞാൻ നിങ്ങക്കടെ കാല് പിടിക്കാം. അതൊന്നും വേണ്ട. ആ തകിട് അവിടെ വെച്ചിട്ട് ഇങ്ങടുത്ത് വാ, ചോദിക്കട്ടെ. അയ്യോ കുഞ്ഞെ, ഇത് താഴെ വയ്ക്കാനോ കൈമാറാനോ പാടില്ലെന്നാണ് പറഞ്ഞേക്കണത് കേട്ടാ. അത് സന്യാസിയാണെങ്കിലാ. അന്യജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയുടെ കയ്യിലായപ്പോ തന്നെ ആചാരങ്ങളൊക്കെ തെറ്റിയില്ലേ? സംശയമുണ്ട്, നമുക്ക് മുത്തശ്ശിയോട് ചോദിക്കാം. അയ്യോ വേണ്ട കുഞ്ഞെ, ഞാൻ അങ്ങോട്ട് വരാം. ഇത് ഇങ്ങോട്ട് വച്ചേക്കട്ടാ. നീ എന്നെ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലേ? അയ്യോ, അതിന് കുഞ്ഞിനോട് ഞാനൊന്നും ചെയ്തില്ലല്ലോ.